നമസ്കാരം. ജ്യോതിഷപ്രകാരം ഗ്രഹനിലയിൽ ഉണ്ടാകുന്ന അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ജൂൺ മാസം ആദ്യത്തിൻ്റെയും രാശിമാറ്റം, വ്യാഴം, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളുടെ അനുകൂലമായിട്ടുള്ള സഞ്ചാരവും ചില നക്ഷത്ര ജാതകർക്ക് ദീർഘനാളത്തെ ദുഃഖങ്ങൾ മാറി, അതുപോലെ തന്നെ നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ കാരണമാകുന്ന സമയമാണ്. പൊതുവായി ജ്യോതിഷ പ്രകാരം ജൂൺ മാസം വലിയ തോതിലുള്ള സാമ്പത്തിക മുന്നേറ്റങ്ങൾ, സാമ്പത്തിക പുരോഗതികളൊക്കെ നേടിയെടുക്കുന്ന കുറേയധികം നക്ഷത്ര ജാതകരുണ്ട്. അതായത് 9 നക്ഷത്ര ജാതകരുണ്ട്. അവരെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അശ്വതി നക്ഷത്ര ജാതകർക്ക് തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളും ദുരിതങ്ങളെല്ലാം അകന്ന് നല്ല രീതിയിലുള്ള സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതം ലഭിച്ചു തുടങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വളരെയേറെ ദുഃഖിതരായിട്ടുള്ള അശ്വതി നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം സന്തോഷപൂർവ്വമായിട്ടിരിക്കേണ്ട സമയമാണ്. അതായത് നിങ്ങളുടെ നിലവിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടതായിരിക്കും. തൊഴിൽ തടസ്സങ്ങളാകാം, വിവാഹ തടസ്സങ്ങളാകാം, അതുപോലെ തന്നെ വീട് പണിയൊക്കെ തുടങ്ങി വെച്ചിട്ട് പാതി വഴിയിലേക്ക് ഉപേക്ഷിച്ച് നിൽക്കുന്നവരായിരിക്കാം. നിങ്ങൾക്കെല്ലാം തന്നെ നിങ്ങളുടെ എല്ലാ പരീക്ഷണ കാലഘട്ടങ്ങളും മാറി നല്ല രീതിയിലുള്ള ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായി തുടങ്ങുന്ന സമയമാണ്. ഈ സമയം നിങ്ങൾ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതിരാവിലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഈശ്വരൻ്റെ മുമ്പിൽ നിങ്ങൾ ഏത് ഭഗവാനെയാണോ കൂടുതൽ വിളിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ട ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചയും ഉന്നതികളും വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു മാസവും കൂടിയാണ് ഈ ഒരു മാസം. എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യത്താലും ജീവിച്ച് വാഴുവാനുള്ള യോഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ തിരുവാതിര നക്ഷത്ര ജാതകരാണ്. ജോലി സംബന്ധമായിട്ട് വളരെയധികം മാനസിക പ്രയാസങ്ങളും മാനസിക സംഘർഷങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയായിരിക്കാം നിങ്ങൾക്ക് കഴിഞ്ഞ സമയങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ആദ്യത്തിൻ്റെ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യകരമായിട്ടുള്ള കാലഘട്ടം കൊണ്ടുവരാൻ പോകുന്നു. ധനപരമായിട്ടുള്ള അഭിവൃദ്ധികളും സമൂഹത്തിൽ അംഗീകാരങ്ങളും ലഭിക്കുന്ന സമയമാണ്. പ്രശംസകളൊക്കെ ഏറ്റുവാങ്ങുവാനും സമയമാണ്. നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് അസാധാരണമായിട്ടുള്ള മികവ് പുലർത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. പഠന മേഖലകളിൽ മികവ് കാണിക്കുവാൻ കഴിയുന്നതായിരിക്കും. കലാകായിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വലിയ ഉയർച്ചകളും ഉന്നതികളുമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തിരുവാതിര നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളും നേട്ടങ്ങളുമാണ് ഇനിയുള്ള സമയങ്ങളിൽ വന്നു ചേരുവാൻ പോകുന്നത്. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തായി പറയാൻ പോകുന്ന പുണർന്ന നക്ഷത്ര ജാതകരാണ്. നക്ഷത്രനാഥനായ വ്യാഴത്തിൻ്റെ അനുകൂലമായിട്ടുള്ള സ്വാധീനം മൂലം ഈ നക്ഷത്ര ജാതകർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് പുതിയ പ്രോജക്റ്റുകളിൽ വന്നു ചേരുന്ന സമയമൊക്കെയാണ്. ബിസിനസ് രംഗങ്ങളിൽ അംഗീകാരങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പോവണിയുന്ന സമയമാണ്. സാമ്പത്തികപരമായിട്ട് അനുഭവിച്ചിരുന്ന വലിയ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടതായിരിക്കും. കടബാധ്യതയൊക്കെ തീർക്കുവാനുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക്. വ്യാപാര മേഖലകളിലൊക്കെ ഒത്തിരി പുരോഗതികൾ നിങ്ങൾക്ക് കാഴ്ചവെക്കുവാൻ കഴിയുന്നതായിരിക്കും. വിദേശത്ത് നിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ജോലിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ നാട്ടിലോട്ടൊക്കെ വരണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് അതൊക്കെ അനുകൂലമായിട്ട് വന്ന് ഭവിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെയാണ് പുണർതം നക്ഷത്ര ജാതകർക്ക് കൈവരുവാൻ പോകുന്നത്. ഒത്തിരി അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളും ജീവിത വിജയങ്ങളും നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ കൈവരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. കുടുംബക്ഷേത്രങ്ങളിലൊക്കെ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ദിനവും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഇഷ്ടഭഗവാന്റെ മുമ്പിൽ വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കാര്യസിദ്ധി നേടിയെടുക്കുന്നതിന് വളരെ കാരണമായി തീരുന്നതായിരിക്കും. വിളക്ക് തെളിയിക്കുന്ന ദിവസം വളരെ വൃത്തിയോടു കൂടിയും ശുദ്ധിയോടു കൂടിയും വേണം വിളക്ക് തെളിയിക്കേണ്ടത്. വളരെയേറെ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത പൂയം നക്ഷത്ര ജാതകരാണ്. ഈ പൂയം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം വലിയ തോതിലുള്ള തടസ്സങ്ങൾ മാറിക്കിടുന്ന സമയമാണ്. പ്രതിസന്ധികൾ, പ്രാക്കുദോഷങ്ങൾ, ഈ മറ്റു രീതിയിലുള്ള ദുഷ്ടാത്മക്കളുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. നിങ്ങൾക്ക് പ്രതിസന്ധികളൊക്കെ ഒഴിഞ്ഞു മാറി ദീർഘനാളത്തെ കാത്തിരിപ്പുകൾക്ക് ആർത്തി ഉണ്ടാകുന്ന സമയമാണ്. ഗൃഹപ്രവേശനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതായത് വീട് പണി കഴിഞ്ഞ് പാലുകാച്ചൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമൊക്കെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ജീവിത വിജയങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്ന സമയമാണ്. മാനസിക സമ്മർദ്ദങ്ങളും മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു മാറുന്നതായിരിക്കും. കടബാധ്യതയൊക്കെ വീട്ടിൽ നല്ല സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ വിദേശത്തേക്കൊക്കെ പോകാൻ നിങ്ങൾക്ക് നിൽക്കുന്നവരാണെങ്കിൽ ആ യാത്ര തടസ്സങ്ങളായിട്ട് നിന്ന എല്ലാ പ്രതിസന്ധികളൊക്കെ മാറുന്നതായിരിക്കും. വിസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടതായിരിക്കും. ഈശ്വരനെ പൂർണ്ണമായും വിശ്വസിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. വലിയ ഉയർച്ചകൾ കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങളുടെ ദുഃഖങ്ങളും കഴിഞ്ഞു പോയ സമയങ്ങളിലെ എല്ലാ പ്രതിസന്ധി നിറഞ്ഞിട്ടുള്ള കാലഘട്ടങ്ങളും നിങ്ങൾക്ക് അവസാനിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് ഉയർച്ചയുടെ സമയമാണ്. ഈശ്വര വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിദേശത്തോട് പോകാൻ നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുടുംബദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള വഴിപാടുകളും പൂജകളും കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ പോവുക. നിങ്ങളുടെ കുടുംബദേവീ ദേവന്മാരുടെ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾ പോയി പ്രവർത്തിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളിൽ വലിയ ഉയരങ്ങളിലേക്കും വലിയ ഉയർച്ചയിലേക്കും അതുമല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരുവാൻ കാരണമാകുന്നതായിരിക്കും. അടുത്ത ചിത്തിര നക്ഷത്രമാണ്.
വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ പഠനത്തിലൊക്കെ പിന്നോട്ടുള്ള സമയങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പഠനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നതായിരിക്കും. പഠിക്കാനുള്ള മികവൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് തെളിയുന്നത്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഉയർച്ചയും ഉന്നതികളും ഉണ്ടാകുന്നതായിരിക്കും. കാര്യവിജയത്തോടു കൂടിയുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനങ്ങൾ ലഭിക്കുന്നതായിരിക്കും. എല്ലാ മേഖലകളിലും വളരെയേറെ ഉയർച്ചയും ഉന്നതികളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ധനവരവ് വർദ്ധിക്കുന്നതായിരിക്കും. സമ്പന്നമായിട്ടുള്ളൊരു ജീവിത സാഹചര്യങ്ങളും ദുഃഖ ദുരിതങ്ങളെല്ലാം മാറിയുള്ള സാഹചര്യങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. ഈ നക്ഷത്ര ജാതകർ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ പോയി ശിവന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ നിലവിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നതായിരിക്കും. എല്ലാ രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും സമ്പന്നമായ ജീവിത സാഹചര്യങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ചോതി നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്കും തടസ്സങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ അകന്ന് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെയാണ് ഇവരിൽ തെളിയുന്നത്. എല്ലാ രീതിയിലും നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതികളും പ്രവർത്തന മേഖലകളിൽ വലിയ ഉയർച്ചകളുമാണ് കാഴ്ചവെക്കുവാൻ പോകുന്നത്. ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. സമ്പൽ സമൃദ്ധമായിട്ടുള്ളൊരു ജീവിത സാഹചര്യങ്ങളാണ് ചോതി നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ വിശാഖം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് ജീവിത മാർഗങ്ങളിൽ ഇതുവരെയും അനുഭവിച്ചുകൊണ്ടിരുന്ന സകലവിധമായ തടസ്സങ്ങളും മാറി ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതായിരിക്കും. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടുന്ന സമയമാണ്. ആസൂത്രണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെയേറെ വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിക്കുവാൻ കഴിയുന്നതായിരിക്കും. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുന്ന സമയമൊക്കെയാണ്. നിങ്ങളുടെ തീരുമാനങ്ങൾ വിജയത്തിലേക്ക് എത്തുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വളരെയേറെ ആത്മസംതൃപ്തി തോന്നുന്ന സമയമാണ്. ചില തർക്കങ്ങളിൽ നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഈ സമയങ്ങളിൽ കഴിയുന്നതായിരിക്കും. വിവാഹ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിവാഹങ്ങൾ ലഭിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ വന്നു ചേരുവാനും അനുകൂലമായിട്ടുള്ള സമയമാണ്. മക്കൾക്ക് ജോലി കിട്ടുന്ന സമയമാണ്. വളരെയേറെ സന്തോഷത്തോടുകൂടി ജീവിക്കുക. ഈശ്വരനെ വിശ്വസിച്ച് ഈശ്വരനെ പൂർണ്ണമായും അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക, വിളക്ക് തെളിയിക്കുക. രാവിലെ ഉറക്കമെഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായിട്ട് വിളക്കൊക്കെ തെളിയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് വളരെയേറെ ചൈതന്യത്തോടു കൂടി നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നതായിരിക്കും. അടുത്ത തൃക്കേട്ട നക്ഷത്രമാണ്. വ്യാഴത്തിൻ്റെ അനുകൂലമായിട്ടുള്ള സഞ്ചാരം ഈ നക്ഷത്ര ജാതകർക്ക് വളരെ വലിയ നേട്ടങ്ങളാണ് വഴി തുറക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള രംഗത്തെ സമ്മർദ്ദങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടതായിരിക്കും. ജീവിതത്തിൽ വലിയ വിജയങ്ങളിലേക്കും ഉയർച്ചയിലേക്കും എത്തായിരിക്കും. സാമ്പത്തികപരമായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെല്ലാം നിങ്ങൾക്ക് മാറി നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും. വ്യാഴത്തിൻ്റെ അനുകൂലമായിട്ടുള്ള സഞ്ചാരം തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളുമാണ് ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ദുഃഖ ദുരിതങ്ങളും മാറി സമ്പൂർണ്ണ വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനും കഴിയുന്നതായിരിക്കും. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ രോഹിണി നക്ഷത്ര ജാതകരാണ്. പൂർവിക സ്വത്ത് ലഭിക്കുവാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. നിങ്ങൾക്ക് തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്ന സമയമാണ്. വീട് നിർമ്മാണം പുനരാരംഭിക്കുന്നതായിരിക്കും. പുതിയ കരാറുകളിൽ ഏർപ്പെടുവാനും ബിസിനസ് രംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് പുതിയ കരാറുകളിൽ ഏർപ്പെടുവാനും കഴിയുന്നതായിരിക്കും. സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും അകലുന്നതായിരിക്കും. നിങ്ങൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചയും ഉന്നതികളും വന്നു ചേർന്ന് ദുഃഖത്തിനുള്ള പരിഹാരങ്ങളൊക്കെ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് കഴിയുന്നതായിരിക്കും. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ നമ്മുടെ ദിനവും നടത്തുന്ന പൂജയിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പങ്കെടുക്കണമെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം സമർപ്പിക്കുക. ഉറപ്പായും ഈ ഒരു പൂജ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടവും വലിയ വിജയങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും.